ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന രണ്ട് അടിപൊളി അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഒന്ന് നമുക്ക് അറിയാം, നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൽ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിലുള്ള കോൺടാക്ട്സിലേക്ക് മാത്രമേ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് അതിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കോൾ ചെയ്യുന്ന ആളുകളുണ്ട്, വാട്സപ്പിൽ നമ്മൾ സ്ഥിരമായിട്ട് കോൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മുടെ കുറേ ഫ്രണ്ട്സിൻ്റെയൊക്കെ പ്രൊഫൈൽ ഐക്കൺസ് കാണാം. നമ്മൾ ഇതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് നമ്മൾ വാട്സപ്പ് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കോൾ ഐക്കൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ താഴെ കോൾസിൻ്റെ ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വിളിക്കുന്ന കോളുകൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെയൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, റീസെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷന് താഴെയായിട്ടാണ് നമുക്ക് ആ കോളുകളൊക്കെ കാണുന്നത്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ആ ഫേവറേറ്റ് എന്ന് പറയുന്നത് താഴെ ആഡ് ടു ഫേവറേറ്റ് എന്ന് പറയുന്നത് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫേവറേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൾ ലിസ്റ്റ് വരും. അപ്പോൾ അതിൽ ആരൊക്കെയാണോ നമുക്ക് സ്ഥിരമായിട്ട് വിളിക്കേണ്ട ആളുകൾ, അവരുടെയൊക്കെ നമുക്ക് ഇതേപോലെ ആ ഒരു കോൺടാക്ട്സിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് കണ്ടില്ലേ, അത് ആഡ് ആയിട്ട് വരുന്ന കണ്ടില്ലേ, ഇതുപോലെ അവരുടേത് നമ്പേഴ്സ് ആഡ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളുകളെ നമുക്ക് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ ആരൊക്കെയാണോ വിളിക്കേണ്ടത് അത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഡൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം അല്ലേ, ആ ഡണ്ണ് കാണുന്നില്ലേ, ആ ഡണ്ണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെർച്ച് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് പേര് ടൈപ്പ് ചെയ്തിട്ടും ആളുകളെ ഇതേപോലെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള ഡണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, ആ ഫേവറേറ്റ്സിൽ ഇത്രയും ആളുകൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്തിരിക്കുന്ന ആളുകൾ മൊത്തം ഈ ഫേവറേറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും ആളുകളെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ആഡ് കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് നമ്മൾ ആഡ് ടു ഫേവറേറ്റിൽ കൊടുക്കുക. നമുക്ക് ഞാൻ ഒരാളെയും കൂടി ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ ഒരാളെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആളെ ആഡ് ചെയ്ത് നമുക്ക് ഡണ്ണ് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ആളുകളെ മൊത്തം ഫേവറേറ്റിലേക്ക് കണ്ടില്ല, ഇത്രയും ആളുകൾ ഫേവറേറ്റിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ മുകളിലുള്ള എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, ആ മൈനസ് മാർക്ക് കണ്ടില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവരെ വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തതിന് ശേഷം മുകളിൽ ഡണ്ണ് കൊടുത്താൽ മതി. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് മനസ്സിലാക്കേണ്ടത് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഏതൊരു വാട്സപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ ഒന്ന് പോകുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ വാട്സപ്പിലേക്ക് അപ്ഡേറ്റ് ആവും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെർച്ച് ഭാഗത്ത് നമ്മളൊന്ന് വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ഓപ്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്നായിരിക്കും കാണിക്കുക. ഇവിടെ ഞാൻ ഓപ്പൺ കൊടുത്തു. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പറയാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺസ് കുറേ കാണുന്നുണ്ട്. താഴെ നമുക്ക് കോളിൻ്റെ ഒരു ഓപ്ഷനും കാണിക്കുന്നുണ്ട്. ഏറ്റവും താഴെ കോളിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും താഴെ കാണുന്ന ആ കോളിൻ്റെ ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾസിൻ്റെ ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വാട്സപ്പ് വഴി നമ്മൾ ആരൊക്കെ കോൾ ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേവറേറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ നമുക്ക് ജസ്റ്റ് ആ ഒരു കോളിൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ന്യൂ കോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരുമിച്ച് നമുക്ക് 31 ആളുകളെയൊക്കെ വിളിക്കണേ, 31 മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് വിളിക്കണമെങ്കിൽ ആ രീതിയിൽ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ന്യൂ കോൺടാക്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ന്യൂ കോൾ ലിങ്കിൻ്റെ താഴെയായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലോഗോൻ്റെ തൊട്ട മുകളിലായിട്ട്, ഈ കോൾ ലോഗോൻ്റെ തൊട്ട മുകളിലായിട്ട് ഡയലർ പാഡ് കൂടി ഇപ്പോൾ പുതിയതായിട്ട് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഇത് ഈ ഫോണിൽ കാണിക്കുന്നില്ല, പക്ഷേ ഫ്രണ്ട്സിൻ്റെ പല ആളുകളുടെയും ഫോണിലേക്ക് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ബീറ്റാ വേർഷനിലാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ ഫോണിൻ്റെ ഈ കോൾ ലോഗോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ട മുകളിലായിട്ട് ഡയലർ പാഡിൻ്റെ ആ ഒരു ഐക്കൺ വന്നിട്ടുണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരമാണ്. നമുക്കത്
സാധാരണ നമ്മൾ ഇവിടെ നിന്ന് ആരെങ്കിലും കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കോൺടാക്ട്സിൽ പോകണം അല്ലേ. ഫോണിന്റെ കോൺടാക്ട്സിൽ പോയിട്ട് വേണം നമ്മൾ അവരെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു ഐക്കണിന്റെ തൊട്ട മേലെ ഡയലർ പാഡ് വന്നത് കാരണം നമുക്ക് നേരിട്ട് ഡയലർ പാഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇത് കണ്ടില്ലേ, ഈ ഒരു നമ്മുടെ കോൺടാക്ട്സിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഈ ഒരു ഐക്കണിന്റെ തൊട്ട് താഴെ, ഫോണിന്റെ ഐക്കൺ കാണുന്നില്ല, അതിന്റെ തൊട്ട മുകളിലായിട്ട് ഡയലർ പാഡ് വന്നിട്ടുണ്ട്. ആ ഡയലർ പാഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ അടിച്ചുകൊണ്ട് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അടിപൊളി 2 ഓപ്ഷൻസ് ആണ്. എല്ലാവരും ഒന്ന് ഫോണിൽ ചെക്ക് ചെയ്യുക.